എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലേ? എല്ലാവരും നല്ല സമാധാനത്തോടെയും സന്തോഷത്തോടെയൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. എനിക്കും ഇവിടെ ഒരുവിധ സുഖം തന്നെ. ഇന്ന് ഞാൻ നിങ്ങൾ എന്നോട് കാണിക്കുന്ന എല്ലാത്തിനും ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. വീസ് കുറവായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇഷ്ടമാണെങ്കിൽ ഒന്ന് കാണണം. പിന്നെ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ ഒരു നേരത്തെ ആഹാരമാണ്. ആ ആഹാരം എന്താണെന്ന് നോക്കാം. കിച്ചണിലേക്ക് പോവാം. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു നേരത്തെ ആഹാരമെന്ന്, അത് ഈ ഐറ്റംസ് എല്ലാം കൂടെ ചേർത്തിട്ടൊരു കഞ്ഞിയാണ്. ആദ്യം അരി എടുത്ത് വെച്ചിട്ടുണ്ട്, അതിനോടൊപ്പം ചെറുപയർ ചേർക്കുന്നു. പിന്നീട് ഒരു ഉലുവ വെക്കുന്നു, ഒരു മുളക്, ഒരു 4 കഷ്ണവും ചെറിയ ഉള്ളി കൂടുതൽ ചേർത്താലും കൊള്ളാം. ഇതിനെ നന്നായി ഇതെല്ലാം കൂടെ ഒരുമിച്ച് നന്നായിട്ട് കഴുകി കുതിരാൻ വച്ചേക്ക് 3-4 മണിക്കൂർ കുതിരാൻ വയ്ക്കാൻ പോവുകയാണ്. നല്ല 2-3 വെള്ളത്തിൽ കഴുകണം. കഴുകിയതിന് ശേഷം ഇനി ഈ കഞ്ഞിക്ക് ആവശ്യമുള്ളത് ചെറിയ തേങ്ങയും ആവശ്യത്തിനുള്ള ഉപ്പും മാത്രമാണ്. അത് പിന്നീട് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. കുതിർന്നില്ല, നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇതിനെ ഞാൻ കുക്കറിലേക്ക് മാറ്റുകയാണ്. അതും കൂടെ മാറ്റി ഇങ്ങോട്ടിടാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് കുറച്ച് വെള്ളം കൂടെ വേണ്ടി വരും കേട്ടോ. ഒരു 3 മണിക്കൂറെങ്കിലും പുറത്തിരിക്കട്ടെ, കുതിരട്ടെ. ഒരു 3 മണിക്കൂർ കുതിർന്നതിന് ശേഷം ഞാൻ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. എല്ലാം ഉള്ളി, മുളക്, ഉലുവ, പയർ, അരി. ഇനി നമുക്കിതിൽ 4 ഫുൾ വിസിൽ വരണം. ഫുൾ ഫ്ലെയിമിൽ 4 വിസിൽ വരണം. അങ്ങനെ കഞ്ഞി റെഡിയായി. അതിലേക്ക് തേങ്ങയും ഉപ്പും ചേർക്കുന്നു. തേങ്ങ കൂടുതൽ ആവശ്യമുള്ളവർ കൂടുതൽ ചേർത്താൽ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ കുറച്ചേ ചേർക്കുന്നുള്ളൂ. അങ്ങനെ കഞ്ഞി റെഡിയായി. ഇനി കഞ്ഞി കുടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടാൻ ചമ്മന്തിപ്പൊടി ഞാൻ ഉണ്ടാക്കിയതാണ്. ചമ്മന്തിപ്പൊടിയും മാങ്ങ അച്ചാറും ഉണ്ട്. മാങ്ങ അച്ചാർ റെഡിമെയ്ഡ് വാങ്ങിയതാണ്. ഇത് രണ്ടുമാണ് ഇതിൻ്റെ കൂട്ടാൻ, സൈഡ് ഡിഷസ്. അങ്ങനെ ഞാനിനി കഞ്ഞി കുടിക്കാൻ പോവുകയാണ്. ഇത്രയും സമയം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷം. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കണം. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.